lecture is a continuation of DFT properties. So next property, circular convolution and multiplication of two DFTs. This property states that circular convolution of two sequences in time domain is equivalent to multiplication of their DFTs. നമ്മൾ നേരത്തെ പഠിച്ചിട്ടൊക്കെയുള്ള Fourier transforms ഉം Laplace transforms ഒക്കെ ഉള്ള same property തന്നെ. അതായത് രണ്ട് സീക്വൻസിന്റെ ടൈം ഡൊമെയിനിലുള്ള സർക്കുലർ കൺവല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഫ്രീക്വൻസി ഡൊമെയിനിലോട്ട് പോകുമ്പോൾ അത് എന്തായിട്ട് മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. ഇവിടെ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന നോക്കാം. ഇഫ് DFT of x1 of n is equal to x1 of k. x1 of n എന്ന് പറയുന്ന സീക്വൻസ് അതിന്റെ DFT എന്താണ്? x1 of k. x2 of n എന്ന സീക്വൻസ് അതിന്റെ DFT എന്താണ്? x2 of k. എങ്കിൽ എന്തെടുക്കാണ്? x1 of n സർക്കുലർ കൺവല്യൂഷൻ x2 of n. സാധാരണ ലീനിയർ കൺവല്യൂഷൻ നമ്മൾ യൂസ് ചെയ്തിരുന്ന സിമ്പിൾ എന്തായിരുന്നു? ഒരു സ്റ്റാർ സിമ്പിൾ ആണ് യൂസ് ചെയ്തിരുന്നത്. സർക്കുലർ കൺവല്യൂഷൻ ആകുമ്പോൾ ഇതുപോലൊരു സർക്കിൾ ആയിട്ടുള്ള ഈ ഒരു സിമ്പിൾ ആണ് എന്തിന് യൂസ് ചെയ്യുന്നത്? സർക്കുലർ കൺവല്യൂഷന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലീനിയർ കൺവല്യൂഷനിൽ നിന്ന് നമ്മൾ സർക്കുലർ കൺവല്യൂഷനിലോട്ട് പോകാൻ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, DSPs എന്ത് സപ്പോർട്ട് ചെയ്യില്ല. ലീനിയർ കൺവല്യൂഷനും ലീനിയർ ഷിഫ്റ്റും ഒന്നും സപ്പോർട്ട് ചെയ്യില്ല. DSPs എന്തേ സപ്പോർട്ട് ചെയ്യുള്ളൂ? സർക്കുലർ ഷിഫ്റ്റേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ സർക്കുലർ കൺവല്യൂഷനിലോട്ട് പോയത്. ലീനിയർ കൺവല്യൂഷനിൽ നിന്ന് എന്തിലോട്ട് പോകുന്നത്? സർക്കുലർ കൺവല്യൂഷനിലോട്ട് പോകുന്നത്. ഇനി അപ്പൊ ഇവിടെ x1 of n സർക്കുലർ കൺവല്യൂഷൻ x2 of n. ഇത് ടൈം ഡൊമെയിനിൽ. ഇനി അതിന്റെ DFT എടുക്കുന്നു. DFT എടുക്കുമ്പോൾ അത് എങ്ങോട്ട് പോകും? ഫ്രീക്വൻസി ഡൊമെയിനിലോട്ട് പോകും. അപ്പൊ അത് എന്തായിട്ട് മാറുന്നു? x1 of k into x2 of k. ഫ്രീക്വൻസി ഡൊമെയിനിൽ അത് എന്തായിട്ട് മാറുകയാണ്? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറുന്നു. x1 of n സർക്കുലർ കൺവല്യൂഷൻ, x2 of n എന്ന് പറയുന്നത് ടൈം ഡൊമെയിൻ. അതിന്റെ DFT എടുക്കുമ്പോൾ അത് എങ്ങോട്ട് പോകുന്നു? ഫ്രീക്വൻസി ഡൊമെയിനിലോട്ട് പോകുന്നു. അവിടെ അത് എന്തായിട്ട് മാറാണ്? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറുന്നു. x1 of k into x2 of k. So ഈ ഒരു പ്രോപ്പർട്ടി ആണ് ഇത്, സർക്കുലർ കൺവല്യൂഷൻ പ്രോപ്പർട്ടി. ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ആണ്. അടുത്ത നെക്സ്റ്റ്, let the result of circular convolution of x1 of n and x2 of n be y of n. അതായത് ഇത് x1 of n സർക്കുലർ കൺവല്യൂഷൻ, x2 of n ഞാൻ എങ്ങനെ എഴുതി? y of n എന്ന് എഴുതി. വേണമെങ്കിൽ yc of n എന്നും പറഞ്ഞ് ഡിനോട്ട് ചെയ്യാറുണ്ട്. ലീനിയർ കൺവല്യൂഷൻ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീനിയർ കൺവല്യൂഷൻ yl of n ഉം സർക്കുലർ കൺവല്യൂഷൻ yc of n എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇവിടെ സിംപ്ലി y of n എന്ന് തന്നെ എഴുതി. y of n is equal to y of n എന്താണ്? x1 of n സർക്കുലർ കൺവല്യൂഷൻ x2 of n ആണ്. അതിന്റെ എക്സ്പ്രഷൻ എന്താണ്? സാധാരണ ലീനിയർ കൺവല്യൂഷന്റെ അതേ കണക്കത്തെ എക്സ്പ്രഷൻ തന്നെയാണ്. ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്താണ്? ഇവിടെ x2 of n minus m ലീനിയർ കൺവല്യൂഷൻ ആയിരുന്നപ്പോൾ അത് ലീനിയർ ഷിഫ്റ്റ് ആയിരുന്നു. ഇവിടെ അത് എന്ത് ഷിഫ്റ്റ് ആണ്? n minus m മോഡുലോ n. ഇവിടെ സർക്കുലർ ഷിഫ്റ്റ് ആണെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ലീനിയർ കൺവല്യൂഷന്റെ കേസിലാണെങ്കിൽ നമ്മൾ രണ്ട് സീക്വൻസ് എടുക്കുമ്പോൾ ആ രണ്ട് സീക്വൻസിന്റെ ലെങ്ത് ഡിഫറെന്റ് ആവാം. ഒരെണ്ണത്തിന്റെ ലെങ്ത് ഇപ്പൊ 5 ആണെങ്കിൽ മറ്റേ ലെങ്ത് 7 ആവാം. സോ ഡിഫറെന്റ് ലെങ്ത് ആവാം രണ്ട് സീക്വൻസിന്റെ. പക്ഷെ ഇവിടെ അത് പോസിബിൾ അല്ല. സർക്കുലർ കൺവല്യൂഷന്റെ കേസിൽ രണ്ട് സീക്വൻസിന്റെയും ലെങ്ത് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഈക്വൽ അല്ല കിട്ടുന്നതെങ്കിൽ രണ്ടിന്റെ ലെങ്ത് ആദ്യം 0 ആഡ് ചെയ്തു ഈക്വൽ ആക്കണം. എന്നിട്ട് വേണം നമ്മൾ സർക്കുലർ കൺവല്യൂഷനിലോട്ട് പോകാൻ. So y of n is equal to sigma m is equal to 0 to n minus 1 x1 of m x2 of n minus m modulo n. n ന്റെ വാല്യൂ വേരി ചെയ്യുന്നത് എവിടെ തൊട്ട്? 0 to n minus 1 വരെ. സോ ഇതാണ് നമ്മളുടെ സർക്കുലർ കൺവല്യൂഷന്റെ എക്സ്പ്രഷൻ. സർക്കുലർ കൺവല്യൂഷൻ എന്താണ്? y of n is equal to x1 of n circular convolution x2 of n is equal to sigma m is equal to 0 to n minus 1 x1 of m x2 of n minus m modulo n. ഇവിടെ സർക്കുലർ ഷിഫ്റ്റ് ആണ്. ഇനി ഇതെന്ത് പറഞ്ഞു? ഇതിന്റെ കറസ്പോണ്ടിങ് എങ്ങോട്ട് പോകുമ്പോൾ ഫ്രീക്വൻസി ഡൊമെയിനിലോട്ട് പോകുമ്പോൾ എന്താന്ന് പറഞ്ഞു? x1 of k into x2 of k. അപ്പൊ ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യുന്നത് ജസ്റ്റ് തിരിച്ചാണ് പ്രൂവ് ചെയ്യുന്നത്. അതായത് എന്ത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്? ആദ്യം ഞാൻ x1 of k എടുക്കും, x2 of k എടുക്കും. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? x1 of k into x2 of k എടുക്കും. അപ്പൊ ഇതിന്റെ IDFT എടുത്താൽ എന്ത് കിട്ടണം? x1 of n സർക്കുലർ കൺവല്യൂഷൻ x2 of n കിട്ടണം. അങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. x1 of k എടുക്കും, x2 of k എടുക്കും. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x1 of k into x2 of k എടുക്കും. x2 of k കിട്ടും. അതിന്റെ IDFT എടുക്കുമ്പോൾ എന്ത് കിട്ടുന്നതെന്ന് നോക്കണം. x1 of n സർക്കുലർ കൺവല്യൂഷൻ x2 of n കിട്ടുന്നു നോക്കണം. അതായത് x1 of n സർക്കുലർ കൺവല്യൂഷൻ x2 of n കിട്ടാൻ മീൻസ് ഏത് എക്സ്പ്രഷൻ കിട്ടണം? എന്താണ്ട് ഈ എക്സ്പ്രഷൻ ഫൈനലി IDFT എടുക്കുമ്പോൾ കിട്ടുന്നു എന്ന് ചെക്ക് ചെയ്യണം. സോ ഇങ്ങനെയാണ് നമ്മൾ പ്രൂഫ് ചെയ്യാൻ പോകുന്നത്. Next proof, consider the two discrete time sequences x1 of n and x2 of n. അപ്പോൾ രണ്ട് സീക്വൻസസ് എടുത്തു, x1 of n എടുത്തു, x2 of n എടുത്തു. എന്നിട്ട് അതിന്റെ റെസ്പെക്റ്റീവ് എൻഡ് പോയിന്റ് DFTs എഴുതിയിരിക്കുകയാണ്. x1 of n ന്റെ DFT x1 of k,
അതിന്റെ എക്സ്പ്രഷൻ എന്താണ്? സിഗ്മ n is equal to 0 to n minus 1 input x1 of n e raised to minus j 2 pi nk by n x2 of n ന്റെ DFT x2 of k sigma n is equal to 0 to n minus 1 x2 of n e raised to minus j 2 pi nk by n. ഇനി ഇതിന്റെ രണ്ടിന്റെയും കൂടെ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുകയാണ് x1 of k into x2 of k. അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു? ആ പ്രോഡക്റ്റിനെ y of k എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നു. So y of k is equal to x1 of k into x2 of k. ഇനി എന്താ നമ്മൾ പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ x1 of k into x2 of k അല്ലെങ്കിൽ y of k അതിന്റെ IDFT എടുക്കുമ്പോൾ കിട്ടുന്ന y of n എന്ന് പറയുന്നത് എന്തായിരിക്കണം? സർക്കുലർ കൺവല്യൂഷൻ ആയിരിക്കണം. മൾട്ടിപ്ലിക്കേഷൻ അതിന്റെ IDFT എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? സർക്കുലർ കൺവല്യൂഷൻ കിട്ടണം. അപ്പൊ ഇനി y of k യുടെ IDFT എടുക്കണം. സോ ലെറ്റ് IDFT of y of k be y of n. y of k യുടെ IDFT എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു? y of n എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ അതിന്റെ IDFT ഇക്വേഷൻ എഴുതാം. y of n is equal to sigma. IDFT ഇക്വേഷൻ എന്താണ്? 1 by n sigma k is equal to 0 to n minus 1 y of k e raised to plus j 2 pi nk by n. So y of k യുടെ IDFT എന്താണ്? y of n. ഇനി എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇതിൽ y of k ക്ക് പകരം ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം? x1 of k into x2 of k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് എക്സ്പ്രഷനിൽ 1 by n sigma k is equal to 0 to n minus 1 അതൊക്കെ അതുപോലെ x1 of k ക്ക് പകരം ദാണ്ട ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു x1 of k ക്ക് പകരം. അതുപോലെ x2 of k ക്ക് പകരം ദാണ്ട അടുത്ത എക്സ്പ്രഷനും എന്ത് ചെയ്ത് കൊടുത്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ x1 of k യും x2 of k യും കഴിയുമ്പോൾ ബാലൻസ് പിന്നെ എന്തുണ്ട്? e raised to plus j 2 pi nk by n. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ വേരിയബിളിന്റെ പേരൊന്ന് മാറ്റിയിട്ടുണ്ട്. കാര്യം ഇവിടെയും n is equal to വേരിയബിൾ നെയിം n ആണ്, ഇവിടെയും വേരിയബിൾ നെയിം n ആണ്. സോ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേരിയബിൾ നെയിം ഒന്ന് മാറ്റിയിട്ടുണ്ട്. n ന് പകരം ഇവിടെ എന്തെടുത്തു? ഞാൻ m എന്ന് പറഞ്ഞെടുത്തു. സോ n ഉള്ളിടത്തെല്ലാം x1 of m e raised to plus j 2 pi nk by n. n ന് പകരം ഇവിടെ എന്ത് കൊടുത്തു? m കൊടുത്തു. n ഉള്ളിടത്തെല്ലാം m എന്നൊരു വേരിയബിൾ നെയിം കൊടുത്തു. അതുപോലെ x2 of ന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്തു? വേരിയബിൾ നെയിം l എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ. സോ x2 of l n ഉള്ളിടത്തെല്ലാം e raised to plus j 2 pi nk ക്ക് പകരം lk by n. സോ ഇവിടെ വേരിയബിൾ നെയിം l, ഇവിടെ വേരിയബിൾ നെയിം n, അങ്ങനെ 3 വേരിയബിൾ നെയിം ആയിട്ട് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? 1 by n sigma m is ഇവിടെ ഇതാണ്ട് ഈ സമ്മേഷൻ പുറത്തെടുത്തു. സിഗ്മ m is equal to 0 to n minus 1 x1 of m എടുത്തു. അടുത്ത സമ്മേഷൻ ഇതാണ്ട് ഇതും പുറത്തെടുത്തു. സിഗ്മ l is equal to 0 to n minus 1 x2 of l. അടുത്ത ഒരു സമ്മേഷൻ ഇതാണ്ട് k യുടെ സമ്മേഷൻ ഇങ്ങോട്ട് എഴുതി. സിഗ്മ k is equal to 0 to n minus 1. അപ്പൊ k ആണ് ഇവിടുത്തെ ഈ സമ്മേഷന്റെ വേരിയബിൾ ആരാണ്? k. അപ്പൊ ആ സമ്മേഷന്റെ ഉള്ളിൽ k വരുന്ന എല്ലാ ടേംസും ആ സമ്മേഷനുള്ളിൽ വരണം. അപ്പൊ ഇവിടെ k വരുന്ന ടേംസ് ഏതാണ്? ഇതിൽ k ഇല്ല, ഇതിൽ k ഉണ്ട്. സോ e raised to minus j 2 pi mk by n. സോ അത് k ക്കകത്ത് വന്നു. അതുപോലെ തന്നെ ഇതിൽ k ഉണ്ട്, e raised to minus j 2 pi lk by n അത് വന്നു. e raised to plus j 2 pi nk by n അതിലും k ഉണ്ട്. സോ k ആണ് ഇവിടുത്തെ സമ്മേഷന്റെ വേരിയബിൾ. സോ ആ സമ്മേഷനുള്ളിൽ k ഉള്ള ടേംസ് എല്ലാം. ഇതിന് പുറത്ത് താണ്ടി ഇത് l, അപ്പൊ l വേരിയബിൾ. സോ അതിന്റെ അകത്ത് l ന്റെ ടേംസ് എല്ലാം എന്തിൽ വരും? ഇതിന്റെ അകത്ത് വരും. ഇനി അടുത്ത് ഇവിടെ l ന്റെ ടേം വരും. പിന്നെ ഇവിടെ പുറത്ത് m ആണ് സമ്മേഷൻ. അപ്പൊ അതിന്റെ വേരിയബിൾ ആയിട്ടുള്ള m ന്റേത് ഇതിന്റെ അകത്ത് വരും. സോ ആ രീതിയിൽ അപ്പൊ എല്ലാം ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ചെയ്തിരിക്കുന്ന എന്താണ്? ഇത്രയും സൈഡ് അതുപോലെ തന്നെ താഴോട്ട് എഴുതി. ഇനി ഇവിടെ ഉള്ളത് ഈ e raised to terms അതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു സിംഗിൾ ടേം ആക്കി. കോമൺ ആയിട്ട് പുറത്തെടുത്തത് e raised to plus j 2 pi k ആണ്. അതാണ്ട് ഇവിടെ e raised to plus j 2 pi k ആണ് എടുത്തത്. അല്ല, e raised to plus j 2 pi k by n. e raised to plus j 2 pi k by n കോമൺ ആയിട്ട് പുറത്തെടുത്തു. അപ്പൊ ബാലൻസ് ഇവിടെ എന്തുണ്ട്? പ്ലസ് n ഉണ്ട്, പ്ലസ് n. ഇവിടെ എന്തുണ്ട്? മൈനസ് m ഉണ്ട്. ഇവിടെ എന്താ ബാലൻസ് ഉള്ളത്? മൈനസ് l ഉണ്ട്. സോ എന്തായിട്ട് മാറി? e raised to plus j 2 pi k n minus m minus l by n എന്ന് പറഞ്ഞായി. സോ ഇത് ഇത്രയായിട്ട് മാറി. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ദാണ്ട് ഈ ഒരു ടേം ഇത്രയുള്ള ഈ ഒരു ടേമിനെ സെപ്പറേറ്റ് എടുത്ത് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഈ ടേം എടുത്തിട്ട് അതിന്റെ വാല്യൂനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഈ ഇക്വേഷനിലോട്ട് എന്ത് ചെയ്ത് കൊടുക്കും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടേം എടുക്കുക, അതിന്റെ വാല്യൂനെ കണ്ടുപിടിക്കുക, എന്നിട്ട് ഇതിലോട്ട് എന്ത് ചെയ്ത് കൊടുക്കുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത നമ്മൾ പറഞ്ഞു സിഗ്മ k is equal to 0 to n minus 1. ആ ഒരു ടേം മാത്രം നമ്മൾ എന്ത് ചെയ്തെടുത്തു? സെപ്പറേറ്റ് ചെയ്തെടുത്തു. ആ ഒരു ടേമിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് പഴയ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ആ ടേം എടുത്തു. k is equal to 0 to n minus 1 സിഗ്മ e raised to plus j 2 pi k into n minus m minus l by n. അതിന് ഞാൻ എങ്ങനെ എഴുതാണ്? സിഗ്മ k is equal to 0 to n minus 1. ഇതിലുള്ള k എന്ന് പറയുന്ന ടേമിനെ എന്ത് ചെയ്തു? പുറത്തെടുത്തു. അപ്പൊ എന്ത് കിട്ടി? e raised to plus j 2 pi k പുറത്തു പോയി. ബാലൻസ് ഉള്ളത് n minus m minus l by n raised to k. ഇപ്പൊ നോക്കിയാൽ നമുക്ക് കാണാം ഇത് ഏത് ഫോമിൽ കിടക്കാണ്? സിഗ്മ k is equal to 0 to n minus 1 a raised to k ഫോമിൽ കിടക്കാണ്. അതാണ്ട് ഇത് ഇത്രയും കൂടെ ഏത് ഫോമിൽ കിടക്കാണ്? a raised to k
എന്ന് പറഞ്ഞ ഫോമിൽ കിടക്കുകയാണ്. എക്ക് പകരം ഇവിടെ ഉള്ള ടേം ഏതാണ്? e raised to j 2 pi n minus m minus l by n ആണ് എക്ക് പകരമുള്ള ടേം. ഇനി നമുക്കറിയാം സിഗ്മ k is equal to 0 to n minus 1 a raised to k എന്ന് പറയുന്നത് രണ്ട് വാല്യൂസിൽ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എയുടെ വാല്യൂ 1 ആണെങ്കിൽ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? എയുടെ വാല്യൂ 1 ആണെങ്കിൽ 1 raised to k, അതായത് സിഗ്മ k is equal to 0 to n minus 1 1 എന്ന് പറഞ്ഞു വരും. അതായത് 1 plus 1 plus എത്ര 1നെ ആഡ് ചെയ്യുന്നു? n ടൈംസ് 1നെ ആഡ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ വാല്യൂ n ആയിട്ട് മാറും. അതാണ് n എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ a raised to k യുടെ വാല്യൂ, എയുടെ വാല്യൂ 1 ആവുമ്പോൾ അതിന്റെ ഈ പറയുന്ന വാല്യൂ, ഇതിന്റെ x വാല്യൂ എന്തായിട്ട് മാറും? n ആയിട്ട് മാറും. എങ്ങനെ n ആയിട്ട് മാറുക? എയുടെ വാല്യൂ 1 ആവുമ്പോൾ 1 raised to k, 1 raised to k എന്ന് പറയുമ്പോൾ 1. അപ്പൊ എന്ത് കിട്ടി നിങ്ങൾക്ക്? 1 എന്ന് പറഞ്ഞ് കിട്ടും. അത് എത്ര തവണ ആഡ് ചെയ്യാണ്? സമ്മേഷൻ ആണ്. സോ 1 plus 1 plus 1 എന്ന് പറഞ്ഞ് വരും. അതുപോലെ എത്ര 1 ഉണ്ട്? 0 to n minus 1 വരെ. സോ മൊത്തം n ones ഉണ്ട്. അപ്പൊ n ones ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? n എന്ന് പറഞ്ഞ് കിട്ടും. സോ വാല്യൂ എന്തായിട്ട് മാറുന്നു? n ആയിട്ട് മാറുന്നു. ഇനി എയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ ഈ എക്സ്പ്രഷൻ എങ്ങനെയായിട്ട് മാറും? 1 minus a raised to n divided by 1 minus a ആയിട്ട് മാറും. അപ്പൊ ഇനി നമുക്ക് കണ്ടുപിടിക്കണം ഇവിടെ ഇപ്പൊ a എന്ന് പറയുന്നത് ഏതാണ്? ദാണ്ട് ഈ ഒരു ടേം ആണ്. ഈ പറയുന്ന ഈ ഫുൾ ടേമിനെയാണ് നമ്മൾ ഇവിടെ എന്തായിട്ട് പറയുന്നത്? a ആയിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ 1 ആണോ അതോ 1 അല്ലേ എന്ന് നമുക്ക് ഇനി നോക്കണം. ഇനി here a is equal to e raised to plus 2 pi n minus m minus l by n. സോ ഇതിൽ ഏത് കണ്ടീഷൻ ആ വരുന്നതെന്ന് നോക്കണം. when a is equal to 1, a എപ്പോഴാണ് 1 ആവുന്നത്? ഇനി ഈ വാല്യൂ a 1 ആവണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? e raised to j 2 pi into an integer വരണം. e raised to minus j 2 pi ആയാലും e raised to plus j 2 pi ആയാലും into ഇവിടെ ഒരു integer വരുവാണെങ്കിൽ എന്താവും? ഈക്വൽ ടു 1 ആവും. അപ്പൊ ഇത് എന്താവണം? ഒരു ഇന്റിജർ ആവണം. അതെങ്ങനെ ഇത് ഇന്റിജർ ആവണമെങ്കിൽ എന്ത് വേണം? ഇന്റിജർ ആവണമെങ്കിൽ if n minus m minus l is multiple of n, ഈ കിട്ടുന്ന വാല്യൂ n minus m minus l എന്ന് പറയുന്നത് it is multiple of n, that is n minus m minus l എന്ന് പറയുന്നത് ഒന്നുകിൽ 1 into n ആവണം, അല്ലെങ്കിൽ എന്താവണം? 2 into n ആവണം, മൾട്ടിപ്പിൾ ഓഫ് n, അല്ലെങ്കിൽ 3 into n എക്സെട്ര അപ് ടു അതുപോലെ 3n 4n 5n അങ്ങനെ മൾട്ടിപ്പിൾ ഓഫ് n ആവുമ്പോൾ എന്ത് വരും? ഇവിടെ ഇപ്പൊ എന്തൊരു 1n ആണെങ്കിൽ എന്ത് കിട്ടും നിങ്ങൾക്ക്? 1n ആണെങ്കിൽ n minus m minus l is equal to n ആണെങ്കിൽ n ഉം n ഉം ക്യാൻസൽ ആയിട്ട് എന്ത് കിട്ടും? e raised to plus j 2 pi എന്ന് പറഞ്ഞു കിട്ടും. 2n ആണെങ്കിൽ n ഉം n ഉം ക്യാൻസൽ ആയിട്ട് e raised to plus j 2 pi into 2 എന്ന് പറഞ്ഞു കിട്ടും. 3n ആണെങ്കിൽ n ഉം n ഉം ക്യാൻസൽ ആയിട്ട് e raised to plus j 2 pi into 3 എന്ന് പറഞ്ഞു കിട്ടും. സോ ഇപ്പൊ എല്ലാം എന്താ കിട്ടിയിരിക്കുന്നത്? e raised to plus j 2 pi into an integer 1, ഇവിടെ an integer 2, an integer 3. സോ ഇതിന്റെ എല്ലാം വാല്യൂ എന്ത് തന്നെയാണ്? 1 ആണ്. So a equal to 1 ആവുന്നത് എപ്പോഴാണ്? if n minus m minus l is a multiple of n. ഇതെന്ന് പറയുന്നത് n minus m minus l എന്ന് പറയുന്നത് multiple of n ആവുമ്പോഴാണ് a എന്തായിട്ട് മാറുന്നത്? 1 ആയിട്ട് മാറുന്നത്. ഇനി when a not equal to 1, a not equal to 1 ആണെങ്കിൽ ഈ എക്സ്പ്രഷൻ എങ്ങനെ മാറും? ഈ എക്സ്പ്രഷൻ എങ്ങനെ മാറും? k is equal to 0 to n minus 1, a raised to k ഫോമിൽ അല്ലേ? സോ 1 minus a raised to n, 1 minus a raised to n, ഇതാണ് a. ഇതിനെ raised to n എടുക്കുമ്പോൾ n ഉം n ഉം ക്യാൻസൽ ആയി e raised to plus j 2 pi n minus m minus l divided by 1 minus a. എന്ന് പറയുമ്പോൾ ഏത് ടേം? ദാണ്ട് ഈ ഒരു ടേം. സോ 1 minus a. ഇനി നോക്കാം ഈ കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യോ ഇല്ലയോ എന്ന് നോക്കാം. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം n ഉം ഇന്റിജർ ആണ്, m ഉം ഇന്റിജർ ആണ്, l ഉം ഇന്റിജർ ആണ്. ഈ മൂന്നെണ്ണം ഇന്റിജർ ആണല്ലോ. അപ്പൊ n minus m minus l എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതും എന്ത് തന്നെ ആയിരിക്കും? ഇന്റിജർ തന്നെ ആയിരിക്കും. അപ്പൊ e raised to plus j 2 pi into an integer. അപ്പൊ ഈ ടേം എന്തായിട്ട് പോവും? 1 ആയിട്ട് പോവും. അപ്പൊ എന്തായി? 1 minus 1 0. അപ്പൊ എന്താ പറഞ്ഞത്? n ഉം ഇന്റിജർ, m ഉം ഇന്റിജർ, l ഉം ഇന്റിജർ. സോ n minus m minus l ഉം ഈ ടേം എന്ത് തന്നെ ആയിരിക്കും? ഒരു ഇന്റിജർ ആവും. e raised to plus j 2 pi into an integer. സോ ഈ ടേം എന്തായി പോവും? ഈ ടേം മൊത്തത്തിൽ 1 ആവും. സോ 1 minus 1 0. റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായി പോകുന്നു? 0 ആയി പോകുന്നു. അപ്പൊ ഈ കണ്ടീഷൻ എന്ത് ചെയ്യില്ല? എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പൊ ഏത് കണ്ടീഷൻ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്? a equal to 1 എന്ന് പറഞ്ഞ കണ്ടീഷൻ ആണ് എടുക്കാൻ പോകുന്നത്. a equal to 1 ആവുമ്പോൾ ഈ വാല്യൂ എന്തായി പോകുന്നു പറഞ്ഞു? n ആയി പോകുന്നു പറഞ്ഞു. ഈ വാല്യൂ n ആവും. സോ അതുകൊണ്ട് ഈ പറഞ്ഞ ഈ ഫുൾ എക്സ്പ്രഷന് പകരം നമുക്ക് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? n എന്ന് പറഞ്ഞ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ പറയുന്ന ഫുൾ എക്സ്പ്രഷന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാണ്? n എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ നേരത്തെ എടുത്ത എക്സ്പ്രഷൻ y of n 1 by n sigma m is equal to 0 to n minus 1
x1 of m sigma l is equal to 0 to n minus 1 x2 of l. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന k യുടെ ടേം, k യുടെ സമ്മേഷന് പകരമാണ് ഇപ്പൊ നമ്മൾ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്? a യുടെ വാല്യൂ 1 ആയതുകൊണ്ട് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു? n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഈ n ഉം n ഉം ക്യാൻസൽ ആയി. സോ ബാലൻസ് ഉള്ളത് സിഗ്മ m is equal to 0 to n minus 1 x1 of m, l is equal to 0 to n minus 1 x2 of l. ഇപ്പോ ഇനി ഇത് നമ്മൾ സർക്കുലർ കൺവല്യൂഷൻ എക്സ്പ്രഷൻ ആയോ എന്ന് നോക്കണം. സർക്കുലർ കൺവല്യൂഷൻ എക്സ്പ്രഷൻ ആവണമെങ്കിൽ x1 of m x2 of n minus m, ഇവിടെ ഒരു സർക്കുലർ ഷിഫ്റ്റിന്റെ ടേമും കൂടെ വേണം. ഇനി അത് കിട്ടാൻ എന്താ ചെയ്യാൻ നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു എപ്പോഴാണ് നമ്മൾ എയുടെ വാല്യൂ 1 ആയത്? n minus m minus l എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് n ആയപ്പോ, അതുകൊണ്ട് ഞാൻ എങ്ങനെ എഴുതി? n minus m minus l is equal to minus p into n എന്ന് പറഞ്ഞ് എഴുതി. p എന്ന് പറയുന്ന ഒരു ഇന്റിജർ ആണ്, മൾട്ടിപ്പിൾ ഓഫ് n അല്ലെങ്കിൽ an integer into n. p യുടെ വാല്യൂ ഐദർ പോസിറ്റീവ് വരാം നെഗറ്റീവ് വരാം, മൈനസ് പി എന്നോ പ്ലസ് പി എന്നോ എന്ത് വേണമെങ്കിലും എഴുതാം. രണ്ട് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. മൈനസ് പി എന്ന് എഴുതാം, പ്ലസ് പി എന്ത് വേണമെങ്കിലും എഴുതാം. സോ n minus m minus l എന്ന് പറയുന്നത് ഇറ്റ് ഈസ് an integer into n ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിന്റെ വാല്യൂ 1 ആയത്. അപ്പൊ ഇത് ഈ കണ്ടീഷൻ എടുത്ത് എഴുതി. അപ്പൊ ഇതിന് l നെ എനിക്ക് എങ്ങനെ എഴുതാം? l is equal to n minus m plus pn എന്ന് പറഞ്ഞ് എഴുതാം. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? n minus m plus pn എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു ഇവിടെ എല്ലിന് പകരം. അപ്പൊ എൽ എന്ന് പറഞ്ഞ വേരിയബിൾ കംപ്ലീറ്റ്ലി മാറ്റി, ഇൻ ടേംസ് ഓഫ് എന്നിലും എമ്മിലും ഒക്കെ ആക്കി മാറ്റി. അപ്പൊ ഇപ്പൊ ഇവിടെ വേരിയബിൾ എന്ത് മതി? ഒരു സമ്മേഷൻ മതി. സമ്മേഷൻ m is equal to 0 to n minus 1. കാര്യം എൽ എന്ന വേരിയബിൾ ഇപ്പൊ ഇല്ല, അപ്പൊ എല്ലിന്റെ സമ്മേഷൻ വേണ്ട. എൽ എന്ന വേരിയബിളിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? n minus m plus pn എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് ചെക്ക് ചെയ്താൽ മതി ഇത് സർക്കുലർ ഷിഫ്റ്റ് ആണോ എന്ന് നോക്കിയാൽ മതി. x2 of n minus m മോഡുലോ n ആണോ നോക്കിയാൽ മതി. നമുക്കറിയാം x2 of n minus m plus pn നെ നമുക്ക് എങ്ങനെ എഴുതാം? സർക്കുലർ ഷിഫ്റ്റ് ആയിട്ട് എഴുതാം. x2 of n minus m മോഡുലോ n ആയിട്ട് എഴുതാം. നേരത്തെ പറഞ്ഞായിരുന്നു ഇതിനെ എങ്ങനെ എഴുതാം? x2 of n plus n minus m എന്നുള്ള രീതിയിലും എഴുതാം. സോ ഇത് രണ്ടും എന്ത് തന്നെയാണ്? ഈക്വൽ ആണ്. സോ ഇവിടെ p എന്ന് പറഞ്ഞ ഇന്റിജർ എന്നുള്ളതേ ഉള്ളൂ. അത് 1 ആവാം 2 ആവാം എന്ത് വേണമെങ്കിലും ആവാം, പ്രശ്നമില്ല. സോ x2 of n minus m plus pn എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? x2 of n minus m മോഡുലോ n തന്നെയാണ്. സോ സർക്കുലർ ഷിഫ്റ്റ് അതിനെ എന്ത് ചെയ്ത് കൊടുക്കാം? നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ എന്ത് കിട്ടി നിങ്ങൾക്ക്? സിഗ്മ m is equal to 0 to n minus 1 x1 of m x2 of n minus m മോഡുലോ n. ഇതെന്ന് പറയുന്നത് എന്താണ്? സർക്കുലർ കൺവല്യൂഷൻ ഓഫ് ടു സീക്വൻസസ്. x1 of n ന്റെയും x2 of n ന്റെയും സർക്കുലർ കൺവല്യൂഷന്റെ എക്സ്പ്രഷൻ ആണ് ഇത്. അപ്പൊ നമ്മൾ എവിടെ ചെയ്തു തുടങ്ങിയത്? x1 of k യുടെയും x2 of k യുടെയും എന്തെടുത്തു? മൾട്ടിപ്ലൈ ചെയ്തു. ആ x1 of k into x2 of k ന്റെ IDFT എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x1 of n ന്റെയും x2 of n ന്റെയും സർക്കുലർ കൺവല്യൂഷന്റെ എക്സ്പ്രഷൻ കിട്ടി. അടുത്ത നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു സീക്വൻസസ്. നേരത്തെ നമ്മൾ പറഞ്ഞ സർക്കുലർ കൺവല്യൂഷൻ പ്രോപ്പർട്ടി എങ്ങനെയായിരുന്നു? ടൈം ഡൊമെയിനിൽ സർക്കുലർ കൺവല്യൂഷൻ, അപ്പോൾ ഫ്രീക്വൻസി ഡൊമെയിനിൽ എന്ത് വന്നു? മൾട്ടിപ്ലിക്കേഷൻ വന്നു. ഇനി തിരിച്ച് ടൈം ഡൊമെയിനിൽ എന്ത് വരുന്നു? മൾട്ടിപ്ലിക്കേഷൻ വരുന്നു. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് അപ്പൊ ഇവിടെ ഫ്രീക്വൻസി ഡൊമെയിനിൽ എന്ത് വരും? സർക്കുലർ കൺവല്യൂഷൻ വരും. നേരത്തെ സർക്കുലർ കൺവല്യൂഷൻ പ്രോപ്പർട്ടിയിൽ എങ്ങനെയായിരുന്നു? ടൈം ഡൊമെയിനിൽ സർക്കുലർ കൺവല്യൂഷൻ, ഫ്രീക്വൻസി ഡൊമെയിനിൽ മൾട്ടിപ്ലിക്കേഷൻ. ഈ പ്രോപ്പർട്ടിയിൽ എങ്ങനെയാണ്? ടൈം ഡൊമെയിനിൽ മൾട്ടിപ്ലിക്കേഷൻ, ഫ്രീക്വൻസി ഡൊമെയിനിൽ എന്താണ് വരിക? സർക്കുലർ കൺവല്യൂഷൻ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു സീക്വൻസസ് ഇൻ ടൈം ഡൊമെയിൻ is equivalent to its circular convolution in frequency domain. അപ്പൊ x1 of n ന്റെ DFT, x1 of k, x2 of n ന്റെ DFT, x2 of k. ഇവിടെ ടൈം ഡൊമെയിനിൽ എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ്. x1 of n into x2 of n ടൈം ഡൊമെയിനിൽ ചെയ്യുന്നു. അതിന്റെ DFT എടുക്കുന്നു. അപ്പൊ അത് ഏത് ഡൊമെയിനിലോട്ട് പോകും? ഫ്രീക്വൻസി ഡൊമെയിനിലോട്ട് പോകും. അവിടെ എന്താ വരിക? സർക്കുലർ കൺവല്യൂഷൻ. x1 of k സർക്കുലർ കൺവല്യൂഷൻ x2 of k. എക്സ്പ്രഷൻ പക്ഷെ ഒരു 1/n കൂടെ ഉണ്ട്. DFT of x1 of n into x2 of k is equal to 1/n x1 of k സർക്കുലർ കൺവല്യൂഷൻ x2 of k. അടുത്ത നെക്സ്റ്റ് സർക്കുലർ കോറിലേഷൻ. സർക്കുലർ ക്രോസ് കോറിലേഷൻ ഓഫ് ടു സീക്വൻസസ് ഇൻ ടൈം ഡൊമെയിൻ. ഇവിടെ ടൈം ഡൊമെയിനിൽ രണ്ട് സീക്വൻസിന്റെ എന്തെടുക്കാണ്? സർക്കുലർ ക്രോസ് കോറിലേഷൻ എടുക്കുന്നു. എങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസി ഡൊമെയിനിൽ എന്താ നടക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ രണ്ട് സീക്വൻസ് എടുത്തിട്ടുണ്ട്. x of n ഉം y of n ഉം രണ്ട് സീക്വൻസസ് എടുത്തു. x of n ന്റെ DFT എന്താണ്? x of k. y of n ന്റെ DFT എന്താണ്? y of k.
സാധാരണ നമ്മൾ എക്സ് ഓഫ് എന്നിന്റെയും വൈ ഓഫ് എന്നിന്റെയും ക്രോസ് കോറിലേഷന്റെ എക്സ്പ്രഷൻ ആണ് ഇതാണ്ട് ഈ ബ്രാക്കറ്റിനുള്ളിൽ എഴുതിയിരിക്കുന്നത്. സിഗ്മ n is equal to 0 to n minus 1 x of n y conjugate of n minus l modulo n. ഈ എക്സ്പ്രഷൻ നോക്കിയാൽ നമ്മൾ സർക്കുലർ കൺവല്യൂഷന്റെ എക്സ്പ്രഷൻ പോലെ തന്നെ, പക്ഷെ സെക്കൻഡ് സീക്വൻസിൽ എന്തുകൂടെ വന്നേ ഉള്ളൂ, ഒരു കോംപ്ലക്സ് കോൺജുഗേറ്റും കൂടെ വന്നേ ഉള്ളൂ. ഈ കോൺജുഗേറ്റും കൂടെ എടുക്കുന്നേ ഉള്ളൂ. ഇത് ഏതിന്റെ എക്സ്പ്രഷൻ ആണ്? സർക്കുലർ കോറിലേഷന്റെ എക്സ്പ്രഷൻ ആണ്. സർക്കുലർ ക്രോസ് കോറിലേഷൻ, രണ്ട് സീക്വൻസിന്റെ സർക്കുലർ ക്രോസ് കോറിലേഷന്റെ എക്സ്പ്രഷൻ ആണ് ഇത്. അതിനെ ഏത് വേരിയബിൾ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം? യൂഷ്വലി എങ്ങനെ ഡിനോട്ട് ചെയ്യും? ആർ എക്സ് വൈ ഓഫ് എൽ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യും. ആർ എക്സ് വൈ ടിൽഡെ ഓഫ് എൽ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യും. അപ്പൊ ഇത് എന്താണ്? എക്സ് ഓഫ് എന്നിന്റെയും വൈ ഓഫ് എന്നിന്റെയും സർക്കുലർ ക്രോസ് കോറിലേഷനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. അതിന്റെ എക്സ്പ്രഷൻ എന്താണ്? ഈ പറയുന്ന എക്സ്പ്രഷൻ സിഗ്മ n is equal to 0 to n minus 1 x of n y conjugate of n minus l. അപ്പൊ ഇതെല്ലാം നടക്കുന്നത് എവിടെയാണ്? ടൈം ഡൊമെയിനിൽ. ഇനി അതിന്റെ എന്തെടുക്കാണ്? ഡി എഫ് ടി എടുക്കാണ്. ഇതിന്റെ എന്തെടുക്കുന്നു? ഡി എഫ് ടി എടുക്കുന്നു. അപ്പൊ ഏത് ഡൊമെയിനിലോട്ട് പോകും? ഫ്രീക്വൻസി ഡൊമെയിനിലോട്ട് പോകും. അപ്പൊ എന്താ നടക്കുക? സർക്കുലർ കൺവല്യൂഷനിൽ എങ്ങനെയായിരുന്നു? രണ്ട് സീക്വൻസിന്റെ ഡി എഫ് ടീസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ പക്ഷെ എന്ത് ചെയ്യും? ഒരു സീക്വൻസിന്റെ ഡി എഫ് ടി എടുക്കുന്നു, അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? അടുത്ത സീക്വൻസിന്റെ ഡി എഫ് ടി എടുത്തിട്ട് അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ. എക്സ് ഓഫ് എന്നിന്റെ ഡി എഫ് ടി എക്സ് ഓഫ് കെ, അതുപോലെ ഇൻറ്റു വൈ ഓഫ് എന്നിന്റെ ഡി എഫ് ടി എന്താണ്? വൈ ഓഫ് കെ, അതിന്റെ കോൺജുഗേറ്റ് വൈ കോൺജുഗേറ്റ് ഓഫ് കെ. ഇത് രണ്ടും കൂടെ തമ്മിൽ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇത് ടൈം ഡൊമെയിനിൽ രണ്ട് സീക്വൻസിന്റെ ക്രോസ് കോറിലേഷൻ. കറസ്പോണ്ടിങ് ആയിട്ട് ഇത് ഫ്രീക്വൻസി ഡൊമെയിനിലുള്ള എക്സ്പ്രഷൻ എന്താണ്? എക്സ് ഓഫ് കെ ഇൻറ്റു വൈ കോൺജുഗേറ്റ് ഓഫ് കെ. ഇതിന്റെ പ്രൂഫ് വേണ്ട, പക്ഷെ ഈ എക്സ്പ്രഷൻ ഓർത്ത് വെക്കണം, കാര്യം നമുക്ക് അടുത്ത തിയറത്തിന് ആവശ്യം വരും. പാർസൽസ് തിയറം സ്റ്റേറ്റ്മെന്റും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലവും ചോദിച്ചിട്ടുണ്ട് ഇടയ്ക്കെപ്പോഴും. സോ ഇത് തിയറി ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പം അടുത്ത പാർസൽസ് തിയറം, രണ്ട് സീക്വൻസസ് ഉണ്ട്, എക്സ് ഓഫ് എൻ വൈ ഓഫ് എൻ. എക്സ് ഓഫ് എന്നിന്റെ ഡി എഫ് ടി എന്താണ്? എക്സ് ഓഫ് കെ. വൈ ഓഫ് എന്നിന്റെ ഡി എഫ് ടി എന്താണ്? വൈ ഓഫ് കെ. എങ്കിൽ പാർസൽസ് തിയറം പറയുന്നത് എന്താണ്? സിഗ്മ n is equal to 0 to n minus 1 x of n y conjugate of n is equal to 1 by n sigma k is equal to 0 to n minus 1 x of k y conjugate of k. ഇത് ഇതിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ടൈം ഡൊമെയിനിൽ, ഇതെല്ലാം എന്ത് ഡൊമെയിലാണ്? ഫ്രീക്വൻസി ഡൊമെയിനിൽ. അപ്പൊ ഇതിന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഏത് പ്രോപ്പർട്ടിന്ന് പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും? നമ്മുടെ സർക്കുലർ കോറിലേഷൻ പ്രോപ്പർട്ടി നമുക്ക് പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. സർക്കുലർ കോറിലേഷൻ എങ്ങനെയായിരുന്നു എക്സ്പ്രഷൻ? താണ്ട് ഇവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. എന്താണ്? ആർ എക്സ് വൈ ടിൽഡെ ഓഫ് എൽ, അതായത് എക്സ് ഓഫ് എൻ വൈ ഓഫ് എൻ രണ്ട് സീക്വൻസ്, അതിന്റെ ക്രോസ് കോറിലേഷനെ ഡിനോട്ട് ചെയ്യാണ്. അതിന്റെ എക്സ്പ്രഷൻ എന്താണ്? ഫസ്റ്റ് സീക്വൻസ് എക്സ് ഓഫ് എൻ വൈ കോൺജുഗേറ്റ് ഓഫ് എൻ മൈനസ് എൽ മോഡുലോ എൻ. ഇതാണ് അതിന്റെ എക്സ്പ്രഷൻ ആണല്ലോ. എനിക്ക് താണ്ട് ഈ എക്സ്പ്രഷനിൽ നിന്ന് ഇത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നോക്കിക്കേ, ഈ എക്സ്പ്രഷനിൽ നിന്ന് എനിക്ക് ഇത് കിട്ടണം. ഇത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ വൈ കോൺജുഗേറ്റ് ഓഫ് എൻ മാത്രമേ ഉള്ളൂ. ഇവിടെ പക്ഷെ വൈ കോൺജുഗേറ്റ് ഓഫ് എൻ മൈനസ് എൽ ഉണ്ട്. അപ്പൊ എന്തിന് സീറോ ആക്കി എനിക്ക് കിട്ടും? എല്ലിന് സീറോ ആക്കി കൊടുത്താൽ മതി. അപ്പൊ ഈ എല് സീറോ ആകുമ്പോൾ ഞാൻ ഇവിടെയും എൽ എന്തായി മാറും? സീറോ ആയിട്ട് മാറും. ആർ എക്സ് വൈ ടിൽഡെ ഓഫ് സീറോ എന്ന് പറഞ്ഞു മാറും. അപ്പൊ ഇവിടെ എല്ലിന് സീറോ ആക്കിയാൽ ഈ എക്സ്പ്രഷൻ എനിക്ക് എന്ത് ചെയ്യും? കിട്ടും. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു ആർ എക്സ് വൈ ഓഫ് എൽ എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു. ആർ എക്സ് വൈ ഓഫ് എൽ എന്ന് പറയുന്നത് ഏത് ഡൊമെയിനില? ടൈം ഡൊമെയിനിൽ. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമെയിനിൽ എനിക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ക്യാപിറ്റൽ ആർ എക്സ് വൈ ടിൽഡെ ഓഫ് കെ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാം. ഇത് ടൈം ഡൊമെയിനിലാണ്. സോ അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമെയിനിലുള്ളതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ക്യാപിറ്റൽ ആർ എക്സ് വൈ ടിൽഡെ ഓഫ് കെ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. അപ്പൊ ഇത് ടൈം ഡൊമെയിനിലുള്ളത്. ഇപ്പൊ ഫ്രീക്വൻസി ഡൊമെയിനിൽ നിന്ന് ടൈം ഡൊമെയിനിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ഏതാ എടുക്കുക? ഐ ഡി എഫ് ടി എടുക്കും. സോ ഐ ഡി എഫ് ടിയുടെ ഇക്വേഷൻ എന്താണ്? 1 by n sigma k is equal to 0 to n minus 1 capital R x y tilde of k e raised to I d f t into plus j 2 pi lk by n. lk by n is equal to, ഇവിടെ n ന് പകരം വേരിയബിൾ എല്ലാം എടുത്തത് എന്താണ്? l എന്ന് പറഞ്ഞാ എടുത്തത്, അതുകൊണ്ടാണ് l എന്ന് പറഞ്ഞു കൊടുത്തത്. Lk by n is equal to sigma 1 by n sigma k is equal to 0 to n minus 1. ഇനി എനിക്ക് എന്ത് കൊടുക്കാം? Rxy of k. ഇതെന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡൊമെയിൻ. നമ്മൾ നേരത്തെ പഠിച്ച കാര്യം എന്തായിരുന്നു? ഫ്രീക്വൻസി ഡൊമെയിനിൽ ക്രോസ് കോറിലേഷൻ ഇൻ ടൈം ഡൊമെയിൻ, അത് ഫ്രീക്വൻസി ഡൊമെയിനിലോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും എന്ന് പറഞ്ഞു? ആദ്യത്തെ സീക്വൻസിന്റെ ഒരു സീക്വൻസിന്റെ ഡി എഫ് ടി എക്സ് ഓഫ് കെ ഇൻറ്റു അടുത്ത സീക്വൻസിന്റെ ഡി എഫ് ടിയുടെ കോൺജുഗേറ്റ്. സോ ഈ പറയുന്ന Rxy of kക്ക് പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എക്സ് ഓഫ് കെ ഇൻറ്റു വൈ കോൺജുഗേറ്റ് ഓഫ് കെ എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇ റൈസ് ടു പ്ലസ് ജെ 2 pi lk by n. അപ്പൊ ഇതാണ് എന്തിന്റെ എക്സ്പ്രഷൻ? Rxy tilde of l ന്റെ എക്സ്പ്രഷൻ ഇതാണ്. അപ്പൊ എനിക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടണം?
Rxy of 0 കിട്ടണം. 0 കിട്ടണം മീൻസ് എന്ത് ചെയ്യുക? L ന് 0 ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. L ന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിട്ട് മാറും? Rxy of 0 ആയിട്ട് മാറും. ഇവിടെ എന്തായി? Rxy of 0. Rxy of 0 എന്ന് പറയുന്നത് എന്താണ്? Rxy of 0 എന്ന് പറയുമ്പോൾ എനിക്ക് എന്തായിട്ട് മാറും? N is equal to 0 to n minus 1 x of n y conjugate of n minus 0 എന്ന് പറഞ്ഞ് വരും. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? ഇത് y conjugate of n എന്ന് പറഞ്ഞ് എഴുതാം. സോ അപ്പൊ ഈ Rxy of 0 L is 0 ആയി. Rxy of 0 ക്ക് പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? രണ്ട് ഇതിൽ നിന്നുള്ള L ന് 0 കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ സിഗ്മ n is equal to 0 to n minus 1 x of n y conjugate of n is equal to, ഇനി ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ L ന് എന്താവണം? 0 ആവണം. L 0 ആവുമ്പോൾ 1 by n sigma k is equal to 0 to n minus 1 x of k y conjugate of k. L 0 ആവുമ്പോൾ e raised to 0 1. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? സിഗ്മ k is equal to 0 to n minus 1 x of k y conjugate of k. ഇതാണല്ലോ നമ്മളെ പ്രൂഫ്. ചോദിച്ചിരിക്കുന്ന പാർസെവൽസ് തിയറം എന്താണ്? ഇതാണ്. സിഗ്മ n is equal to 0 to n minus 1 x of n y conjugate of n എന്ന് പറയുന്നത് എന്താണ്? 1 by n sigma k is equal to 0 to n minus 1 x of k y conjugate of k. ഇനി ഇവിടെ ഇപ്പൊ രണ്ട് സീക്വൻസസ് ആണ് എടുത്തിരിക്കുന്നത്. x of n y of n രണ്ട് ഡിഫറെന്റ് സീക്വൻസ്. ഇനി ഒരു സീക്വൻസിന്റെ തന്നെ ഒരു സീക്വൻസ് തന്നെ ആണെങ്കിലോ, അതായത് x of n is equal to y of n ആണെങ്കിൽ ഇത് ഈ എക്സ്പ്രഷൻ എങ്ങനെയായിട്ട് മാറും? x of n is equal to y of n എന്ന് പറഞ്ഞിട്ട് രണ്ട് ഈക്വൽ ആക്കിയ കഴിഞ്ഞാൽ എക്സ്പ്രഷൻ എങ്ങനെയായിട്ട് മാറും? x of n into x conjugate of n എന്ന് പറഞ്ഞ് കിട്ടും. x of n into x conjugate of n എന്ന് പറയുന്നത് എന്താണ്? മോഡുലസ് ഓഫ് x of n the whole square. ഇവിടെയും എന്ത് വരും? x of k into x conjugate of k എന്ന് പറഞ്ഞു വരും. അപ്പൊ അതെന്തായിട്ട് മാറും? മോഡുലസ് ഓഫ് x of k whole square എന്ന് പറഞ്ഞു വരും. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്തിന്റെ എക്സ്പ്രഷൻ ആണ്? ഈ കാണിച്ചിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ x of n എന്ന് പറയുന്ന സിഗ്നലിന്റെ ടൈം ഡൊമെയിനിലുള്ള എനർജിയുടെ എക്സ്പ്രഷൻ ആണ് ഇത്. x of n എന്ന് പറയുന്ന സിഗ്നലിന്റെ എനർജി കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ആണ് ഇത് ടൈം ഡൊമെയിനിൽ. അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമെയിനിലുള്ള എനർജി കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ആണ് ഇത്. സോ ഇത് രണ്ടും എന്താന്ന് പറയാം? ഈക്വൽ ആന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഒരു സിഗ്നലിന്റെ എനർജി പാർസെവൽസ് തിയറം യൂസ് ചെയ്തിട്ട് ഒരു സിഗ്നലിന്റെ എനർജി, ഒരു സിഗ്നൽ തന്നിട്ടുണ്ട്, x of n തരും, എന്നിട്ട് അതിന്റെ എനർജി കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ നമുക്ക് ഈ പാർസെവൽസ് റിലേഷൻ യൂസ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കാം? എനർജി കണ്ടുപിടിക്കാം. ഇത് ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാ DFT പ്രോപ്പർട്ടീസിന്റെ ഒരു സമ്മറി എന്നുള്ളതേ ഉള്ളൂ. ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടി. പീരിയോഡിസിറ്റി നമുക്കറിയാം. ടൈം ഡൊമെയിനിൽ സിഗ്നൽ പീരിയോഡിക് ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസി ഡൊമെയിനിലുള്ള സിഗ്നലും x of k എന്ത് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു? പീരിയോഡിക് ആയിരിക്കും വിത്ത് പീരീഡ് n. ലീനിയറിറ്റി പറഞ്ഞു. ടൈം ഡൊമെയിനിൽ a1 x1 of n plus a2 x2 of n ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ DFT ഫ്രീക്വൻസി ഡൊമെയിനിൽ എന്താണ്? a1 x1 of k plus a2 x2 of k. ടൈം റിവേഴ്സൽ ടൈം ഡൊമെയിനിൽ നമ്മൾ സിഗ്നലിനെ റിവേഴ്സ് ചെയ്യുവാണെങ്കിൽ, ഫോൾഡ് ചെയ്യുവാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസി ഡൊമെയിനിലും സിഗ്നൽ എന്താവും? ഫോൾഡഡ് ആവും. x of minus n മോഡുലോ n. അപ്പൊ അവിടെ എന്ത് വരും? x of minus k മോഡുലോ n. സോ ഫ്രീക്വൻസി ഡൊമെയിനിൽ സിഗ്നലും ഫോൾഡഡ് ആവും. ഇനി സർക്കുലർ ടൈം ഷിഫ്റ്റ്. ടൈം ഡൊമെയിനിൽ നമ്മൾ L സാമ്പിൾസ് ഷിഫ്റ്റ് ചെയ്തു. x of n minus l. ടൈം ഡൊമെയിനിൽ L സാമ്പിൾസ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഡൊമെയിനിൽ ഈ x of k യുടെ കൂടെ ഒരു എക്സ്പോണന്റ് കൂടെ എന്ത് ചെയ്ത് മൾട്ടിപ്ലൈഡ് ആയിട്ട് വരും. e raised to minus j 2 pi nk ക്ക് പകരം ടൈം ഡൊമെയിനിൽ സോ lk by n ഈ ഒരു ടേം കൂടെ എന്ത് ചെയ്ത് വരുന്നു? മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നു. ഇനി ഫ്രീക്വൻസി ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ടൈം ഡൊമെയിനിൽ ഇതുപോലെ ഒരു ടേം കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ആണ്. എക്സ്പോണന്റ് കൊണ്ട് e raised to plus 2 pi nl by n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസി ഡൊമെയിനിൽ നമുക്ക് എന്ത് വരും? ഷിഫ്റ്റ് വരും. k minus l. ഫ്രീക്വൻസി ഡൊമെയിനിൽ എന്ത് വരുന്നു? ഷിഫ്റ്റ് വരുന്നു. ഇവിടെ പ്ലസ് ജി ആയതുകൊണ്ട് k minus l. മൈനസ് ജി ആയിരുന്നെങ്കിൽ k plus l വന്നേനെ. അടുത്ത സർക്കുലർ കൺവല്യൂഷൻ. ഫ്രീക്വൻസി ടൈം ഡൊമെയിനിൽ സർക്കുലർ കൺവല്യൂഷൻ, കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസി ഡൊമെയിനിൽ രണ്ട് സീക്വൻസിന്റെ DFTയുടെ എന്ത് വരും? മൾട്ടിപ്ലിക്കേഷൻ വരും. സർക്കുലർ കോറിലേഷൻ. ടൈം ഡൊമെയിനിൽ സർക്കുലർ കോറിലേഷൻ, ഫ്രീക്വൻസി ഡൊമെയിനിൽ ഒരു സീക്വൻസിന്റെ DFT ഇൻറ്റു അനദർ സീക്വൻസിന്റെ DFTയുടെ കോൺജുഗേറ്റ്. ഇനി രണ്ട് സീക്വൻസിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ടൈം ഡൊമെയിനിലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസി ഡൊമെയിനിൽ എന്ത് വരും? സർക്കുലർ കൺവല്യൂഷൻ വരും. കോംപ്ലക്സ് കോൺജുഗേറ്റ്. ഒരു സീക്വൻസിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ടൈം ഡൊമെയിനിൽ എടുക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി ഡൊമെയിനിൽ അതിന്റെ DFT ഫോൾഡഡ് ആവുകയും ചെയ്യും. മൈനസ് കെ മീൻസ് DFT എന്തായി? അതിനെ ഫോൾഡ് ചെയ്യുകയും ചെയ്തു, അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യുകയും ചെയ്യും. അതിന്റെ എന്തും വരും? കോംപ്ലക്സ് കോൺജുഗേറ്റും വരും. പാർസെവൽസ് തിയറം ഇവിടെ ഉണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമെയിനിലുള്ള എക്സ്പ്രഷൻ. സോ ഇതാണ് K2 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ എനർജി ഓഫ് ദ സീക്വൻസ് x of n point 2 raised to n u of n. സോ 4 സാമ്പിൾസ് 0 to 3 വരെ.
എക്സ് ഓഫ് എൻ എടുത്തു. എക്സ് ഓഫ് എൻ എടുത്ത കാര്യം 0 കൊടുക്കുമ്പോൾ എന്ത് വരും? 0.2:01, 1 കൊടുക്കുമ്പോൾ 0.2, 2 കൊടുക്കുമ്പോൾ 0.04, 3 കൊടുക്കുമ്പോൾ 0.008 എക്സ് ഓഫ് എൻ കിട്ടി. അതിൽ നിന്ന് എക്സ് ഓഫ് കെ കണ്ടുപിടിക്കുന്നു. ഇത് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറേ സമയം എടുക്കും. അതിനേക്കാളും ട്വിഡിൽ ഫാക്ടർ മെട്രിക്സിന്റെ വെച്ച് ചെയ്യുന്നത്, അതാകുമ്പോൾ ആ ട്വിഡിൽ ഫാക്ടർ മെട്രിക്സ് 4 പോയിന്റിന്റെ നിങ്ങൾക്ക് ഓൾറെഡി കാണാണ്ടൊക്കെ തന്നെ അറിയാൻ പറ്റും. അത് ഇൻറ്റു എക്സ് ഓഫ് എൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ ഇത് ഈസിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. എനർജിയുടെ എക്സ്പ്രഷൻ എഴുതി പാർസൽസ് തിയറത്തിൽ നിന്ന്. സോ 1/n 1/4 സിഗ്മ കെ ഈസ് ഈക്വൽ ടു 0 to 3 എക്സ് ഓഫ് കെ ദ ഹോൾ സ്ക്വയർ. എക്സ് ഓഫ് കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഓരോ ടേം എടുക്കുക, അതിന്റെ മോഡുലസ് എടുത്തിട്ട് എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക. പ്ലസ് അടുത്ത ടേം എടുക്കുക, മോഡുലസ് എടുക്കുക, അതിന്റെ സ്ക്വയർ ചെയ്യുക ആ രീതിയിൽ. സോ ഫൈനൽ ആൻസർ 1.0417 കിട്ടും. ചെയ്ത് നോക്കുക. സോ ഈ ലെക്ചറിൽ നമ്മൾ DFT പ്രോപ്പർട്ടീസ് എല്ലാം പറഞ്ഞു തീർത്തു. ഇനി അടുത്ത നെക്സ്റ്റ് സർക്കുലർ കൺവല്യൂഷന്റെ കമ്പ്യൂട്ട് ചെയ്യുന്നത് അടുത്ത ലെക്ചറിൽ പറയാം.